എല്ലാവർക്കും നമസ്കാരം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെയെല്ലാം മനസ്സിലും അതുപോലെ തന്നെ നമ്മുടെയെല്ലാം കേൾവികളിലും ഉള്ള കുറേ സംശയങ്ങൾക്ക് പരിഹാരം പറയുന്നു. ഒന്ന്, ക്ഷേത്രങ്ങളുടെ സമീപം വീട് പണിയുന്നത് ദോഷമാണോ ഗുണമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യവും, അതുപോലെ തന്നെ വീടിൻ്റെ ദോഷങ്ങൾ മന്ത്രം, തന്ത്രം എന്നിവയാൽ പരിഹരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും, വീടിന് ചുറ്റുമതിൽ അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുന്ന വിഷയവും, അതുപോലെ തന്നെ വീട്ടിലെവിടെയാണ് പണം സൂക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും, വീടിൻ്റെ ഐശ്വര്യത്തിന് ഭംഗം വരുത്തുന്ന വസ്തുക്കൾ ഏതെല്ലാം എന്നിവയെക്കുറിച്ചും ആണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക, സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഒന്ന്, ക്ഷേത്രങ്ങളുടെ സമീപം വീട് പണിയുന്നത് ദോഷമാണോ എന്നതിനെക്കുറിച്ചാണ്. ക്ഷേത്രങ്ങളുടെ സമീപം വീടുകൾ നിർമ്മിക്കുന്നത് ദോഷമാണെന്നാണ് ആചാര്യന്മാരും കാർന്നോമാരൊക്കെ പറയുന്നത്. ഉഗ്രമൂർത്തികളായ ശിവൻ, ഭദ്രകാളി, നരസിംഹം തുടങ്ങിയ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തും അതുപോലെ തന്നെ വലതുഭാഗത്തും വീട് പണിയാൻ പാടില്ല എന്ന് ആചാര്യന്മാർ പറയുന്നു. എന്നാൽ വിഷ്ണു, ദേവി എന്നീ സൗമ്യമൂർത്തികളുടെ ഇടതും പുറകുഭാഗത്തുമാണ് ഭവനങ്ങൾ പാടില്ലാത്തത്. ഈ രണ്ട് വിഭാഗം ദേവതകളിലും വിപരീത ദിശയിൽ ഭവനം നിർമ്മിക്കാമെന്നാണ് വിധി. അതായത് ആദ്യമേ പറഞ്ഞ ഉഗ്രമൂർത്തികളുടെ പുറകുഭാഗത്തും ഇടതുഭാഗത്തും വീട് നിർമ്മിക്കുന്നതിൽ തെറ്റില്ല എന്നും, സൗമ്യമൂർത്തികളുടെ മുന്നിലും വലതുഭാഗത്തും ഭവനം നിർമ്മിക്കാം. ദേവാലയങ്ങളുടെ സമീപത്തിൽ ദേവാലയങ്ങളേക്കാൾ രണ്ടോ അതിലധികമോ നിലകളായിട്ടോ ഭവനം നിർമ്മിക്കുന്നതും ദോഷമാണ്. എന്നാൽ ശാന്തിക്കാർ, തന്ത്രി, കഴകം തുടങ്ങിയവർക്ക് ക്ഷേത്രത്തിന് സമീപം ഭവനം നിർമ്മിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കും, ക്ഷേത്രങ്ങളുടെ സമീപം ഫ്ലാറ്റുകളൊക്കെ നിർമ്മിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ. ഗൃഹനിർമ്മാണത്തിൽ തന്നെ 5 അവസ്ഥകളുണ്ട്. ചുറ്റ് എന്ന് പറയും. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ 5 ചുറ്റുകളാണുള്ളത്. പൊതുവേ ഈ ദോഷങ്ങളെല്ലാം ബാല്യം, വാർദ്ധക്യം, മരണം ഈ ചുറ്റുകളിലുള്ള ഭവനങ്ങളിലായിരിക്കും ബാധകമാകുക. അതുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. അടുത്ത ചോദ്യമാണ്, വീടിന് ചുറ്റുമതിൽ അനിവാര്യമാണോ എന്ന്. ഭൂമിയുടെ വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങൾ ഭവനത്തെ ബാധിക്കാതിരിക്കാൻ ചുറ്റുമതിൽ ആവശ്യമാണ്. ഇതിൻ്റെ നിർമ്മാണം വാസ്തുശാസ്ത്ര വിധിപ്രകാരം ആയിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. അതായത് തോന്നുന്ന ഒരളവിൽ ചെയ്യാൻ പാടില്ല എന്ന് സാരം. കെട്ടിടത്തിൻ്റെ യാതൊരു ഭാഗവും ചുറ്റുമതിലിൽ സ്പർശിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അയൽ വീടുകളുടെ ഭാഗങ്ങളും നമ്മുടെ വീടിൻ്റെ ചുറ്റുമതിലിൽ സ്പർശിക്കരുത്. വീടിൻ്റെ ഏതെങ്കിലും ഭാഗം ചുറ്റുമതിലിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് ചുറ്റുമതിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ചുറ്റുമതിൽ വീട്ടിൽ നിന്ന് വേറിട്ട് തന്നെ നിൽക്കണം എന്ന് സാരം. അടുത്തതായിട്ട്, വീടിൻ്റെ ഐശ്വര്യത്തിന് ഭംഗം വരുത്തുന്ന വസ്തുക്കൾ ഏതെല്ലാം എന്ന് നോക്കാം. ഐശ്വര്യമായ ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാനം അവിടുത്തെ താമസക്കാരുടെ പ്രവൃത്തികൾ തന്നെയാണ്. സംസ്കാരവിരുദ്ധവും അവലക്ഷണങ്ങളുമായ പ്രവൃത്തികൾ ഒഴിവാക്കുക തന്നെ വേണം. ഇക്കാര്യത്തിൽ വീട്ടിലെ മുതിർന്നവർ കുട്ടികൾക്ക് മാതൃകയായി വർത്തിക്കേണ്ടതാണ്. പടിഞ്ഞാറ് വടക്ക് തലവെച്ച് കിടക്കുക, പ്രഭാതത്തിൽ സ്നാനം ചെയ്യാതിരിക്കുക, ഉറക്കം തൂങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക, നനഞ്ഞ കാലോടോ അഴുക്ക് പിടിച്ച കാലോടോ ശയിക്കുക, മറയില്ലാതെയും നിന്നുകൊണ്ടും മൂത്രമൊഴിക്കുക, എന്നിട്ട് കൈകാലുകൾ നനയ്ക്കാതിരിക്കുക, ഇവയെല്ലാം അവലക്ഷണങ്ങളാണ്.
ഭക്ഷണം, ദാനം, മൈഥുനം, ഭജനം, വിസർജനം ഇവയഞ്ചും രഹസ്യമായി ചെയ്യേണ്ടതാണ്. പരസ്യമായി ചെയ്യുന്നത് തെറ്റുമാണ്. മുഖം കഴുകാതെ രാവിലെ മറ്റൊരാളെ നോക്കുക, തുപ്പൽ പതയ്ക്കുക, സന്ധ്യയ്ക്ക് മുടി ചീകുക, നഖം കടിക്കുക, എണ്ണ തേച്ചുകൊണ്ട് നടക്കുക, നടന്നുകൊണ്ട് കഴിക്കുന്നതും ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതും കഴിച്ച ശേഷം കാർക്കിച്ച് തുപ്പുന്നതും ശീൽക്കാരത്തോടെ വെള്ളമോ ഭക്ഷണമോ കഴിക്കുന്നതും മുഖം മറയ്ക്കാതെ തുമ്മുന്നതും നഖവും മുടിയും കാൽ ചവിട്ടുന്നിടത്തിടുകയും പല്ലിട കുത്തുക, കൈകാല് ഇളക്കി സംസാരിക്കുക, കൈ ചൂണ്ടി സംസാരിക്കുക, കൈപ്പുറം കൊണ്ട് നിഷേധിക്കുക, ഒരു കണ്ണടച്ച് നോക്കുക, ചുണ്ടുകൊണ്ടും മുഖം കൊണ്ടും ഗോഷ്ഠികൾ കാണിക്കുന്നതും സംസ്കാരമുള്ള പ്രവൃത്തിയല്ല എന്ന് കാരണവന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഭവനത്തിൽ പണം സൂക്ഷിക്കേണ്ടത് എവിടെയാണ് എന്നാണ്. വീട്ടിലായാലും വ്യാപാര സ്ഥാപനങ്ങളിലായാലും പണം സൂക്ഷിക്കാൻ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് ഉത്തമം. വീടിൻ്റെ പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് എന്നീ മുറികൾ പണം സൂക്ഷിക്കാൻ നല്ലതുമാണ്. പണം വയ്ക്കുന്ന അലമാരയുടെയോ മേശയുടെയോ ദർശനം കിഴക്കോട്ടോ വടക്കോട്ടോ ആയിരിക്കണം. അപ്രകാരം പണം സൂക്ഷിക്കുന്നത് കൊണ്ട് സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. മറ്റു ദിശകളിൽ പണം സൂക്ഷിച്ചാൽ അകാരണമായി ധനനഷ്ടത്തിന് കാരണവുമാകും. അടുത്തത്, വീടിൻ്റെ ദോഷങ്ങൾ മന്ത്രം, തന്ത്രം എന്നിവയാൽ പരിഹരിക്കാൻ കഴിയുമോ എന്നതാണ്. വീടിൻ്റെ നിർമ്മാണത്തിലെ ദോഷങ്ങൾ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൂടെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. വീടിന് കണക്ക് വ്യത്യാസമൊക്കെ ഉണ്ടായാൽ തന്നെയും വാസ്തുശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല അത് പൊളിച്ചു കളയണമെന്ന്. അതിന് പരിഹാരം മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഭവനത്തിന് എന്ത് ദോഷമാണുള്ളതെന്ന് ആദ്യം കണ്ടെത്തണം. എന്നിട്ട് വേണം പ്രതിവിധി നടത്താൻ. അതിനൊരു ഉത്തമ ആചാര്യൻ്റെ ഉപദേശവും കൂടി നേടണം. ഭവനത്തിന് തുടക്കം കുറിക്കുന്ന ശിലാസ്ഥാപന കർമ്മത്തിലും താമസം തുടങ്ങുന്ന പാലുകാച്ച് കർമ്മവേദിയിലും വാസ്തുപൂജയും വാസ്തുബലിയും നടത്തി പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടതാണ്. അതുവഴി വാസ്തുദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്. വിഘ്നങ്ങൾ നീങ്ങിക്കിട്ടാൻ ഗണപതി ഹോമവും ഐശ്വര്യാദികൾക്കായി ഭഗവതി പൂജയും നടത്തുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഐശ്വര്യമായ ഒരു ജീവിതം നേരുന്നു. നമസ്തേ.